മലിനീകരണത്തിനെതിരെ കരിമുകൾ ജനതയുടെ അതിജീവന ചരിത്രം. ഫിലിപ്സ് കാർബൺ കമ്പനിയുടെ മലിനീകരണത്തിനെതിരായുള്ള കരിമുകൾ ജനതയുടെ അതിജീവന ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ്. കൊച്ചി നഗരത്തിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഉൾനാടൻ ഗ്രാമമാണ് കരിമുകൾ. എറണാകുളം ജില്ലയിലെ ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ ഒന്നാണ് കരിമുകൾ. ഇവിടെ ഏകദേശം 60,000-ൽ കൂടുതൽ കുടുംബങ്ങൾ അധിവസിക്കുന്നു. ഒരു ചതുരശ്ര സ്ക്വയർ കിലോമീറ്ററിന് 1141 ആളുകളാണ് ഇവിടുത്തെ ജനസാന്ദ്രത. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത 14ഓളം പുനരധിവാസ കോളനികൾ ഈ പ്രദേശത്ത് 1960 കാലഘട്ടം മുതലേ ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രദേശത്തിൻ്റെ മധ്യത്തിലാണ് കാർബൺ ബ്ലാക്ക് ഫാക്ടറി 1978-ൽ സ്ഥാപിതമായത്. ടയർ വ്യവസായത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അസംസ്കൃത വസ്തുവാണ് കാർബൺ പൊടി. ഇതുകൂടാതെ പെയിൻറ്റ്, മഷി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഈ പൊടി ഉപയോഗിച്ചു വരുന്നു. അർബുദത്തിന് ഇടയാക്കുന്ന രാസവസ്തുക്കളായ CBFS, LSHS എന്നിവ വായുവുമായി കൂട്ടിച്ചേർത്ത് ക്രാക്കിംഗ് എന്ന സമ്പ്രദായത്തിലൂടെയാണ് കാർബൺ പൊടി ഉണ്ടാക്കുന്നത്. കാർബൺ ബ്ലാക്ക് കമ്പനികൾ മലിനീകരണത്തിന് കുപ്രസിദ്ധി ആർജിച്ചവയാണ്. ഇവയുടെ പ്രവർത്തനം മൂലം കാർബൺ പൊടി കൂടാതെ സൾഫറിൻ്റെയും കാർബണിൻ്റെയും വാതക മിശ്രിതങ്ങൾ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നു. എണ്ണമയം കലർന്ന കാർബൺ പൊടി വീഴുന്ന സ്ഥലത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നു. തറകളിലും ചുമരുകളിലും മറ്റുപകരണങ്ങളിലും വന്നു വീഴുന്ന ഈ പൊടി നീക്കം ചെയ്യുവാൻ സാധ്യമല്ല. തുറന്ന പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുവാനോ ഭക്ഷിക്കാനോ കൂടാതെ വസ്ത്രങ്ങൾ കഴുകി പുറത്തിട്ട് ഉണക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇതുമൂലമുണ്ടാകുന്നത്. ഡോക്ടർ നന്ദകുമാർ ഓയിലാംശം കലർന്ന കാർബൺ മൂലം കുടിവെള്ളം പോലും മലിനീകരിക്കപ്പെടുന്നു എന്ന് തെളിയിക്കുകയുണ്ടായി. ഈ പൊടി ശരീരത്തിൽ വീണാൽ തടിച്ചിലും ചൊറിച്ചിലും ഉണ്ടാകുന്നു. കാർബൺ പൊടി വന്നു വീഴുന്നത് മൂലം വൃക്ഷലതാദികൾ ഏകദേശം മുഴുവനായി തന്നെ നശിച്ചു കഴിഞ്ഞു. നെല്ല്, റബ്ബർ, കുരുമുളക് മുതലായവ കൃഷി ചെയ്തിരുന്ന ആയിരക്കണക്കിന് ഏക്കർ കൃഷിയിടങ്ങൾ ഇപ്പോൾ കൃഷിയോഗ്യമല്ലാതെ ആയി മാറിയിരിക്കുന്നു. ഇലകളിൽ കാർബൺ പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്നത് മൂലം മരങ്ങൾ കാലക്രമേണ ഉണങ്ങിപ്പോകുന്നു. കൃഷിയിടങ്ങളിൽ കാർബൺ പൊടി പാളികളായി കാണപ്പെടുന്നു. പുതിയ അന്വേഷണ കമ്മീഷൻ പോലും, ഡോക്ടർ ശർമ്മ കമ്മീഷൻ പോലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാർബൺ കമ്പനിയിൽ നിന്നും പുറത്തു വരുന്ന വിഷവാതകങ്ങൾ പ്രധാനമായും ഹൈഡ്രജൻ സൾഫൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മെർക്യാപ്റ്റൻ എന്നിവയാണ്. ഈ വാതകങ്ങൾ ശ്വസിക്കുന്നത് മൂലം മനുഷ്യരിലും മൃഗങ്ങളിലും ശ്വാസകോശം, ഞരമ്പ്, ഉദരം, ത്വക്ക് എന്നിവയെ ബാധിക്കുന്ന മാരക രോഗങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കാർബൺ കമ്പനിയിലേക്കുള്ള അസംസ്കൃത വസ്തു മദ്രാസ് റിഫൈനറിയിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവ അമേരിക്കയിൽ നിന്നും കപ്പൽ മാർഗമാണ് എത്തുന്നത്. ഒരുപക്ഷെ അമേരിക്കയുടെ മണ്ണിൽ നിന്നും ഈ വിഷവസ്തു ഇവിടേക്ക് മാറ്റുന്നതിന് കമ്പനിക്ക് ഇങ്ങോട്ട് ധനസഹായം ലഭിക്കുന്നുണ്ടാകാം. കാലാനുക്രമമായ സംഭവങ്ങൾ നോക്കാം. 2001 ജൂലൈ 26 മലിനീകരണത്തിനെതിരെയുള്ള സമരങ്ങൾക്ക് ഒരു പുതിയ നാന്ദി കുറിച്ചു. അന്ന് കരിമുകളിലെ ദുരിതമനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾ ജാതിയും മതവും നോക്കാതെ, രാഷ്ട്രീയമില്ലാതെ, നേതാവില്ലാതെ ബലമായി കമ്പനി അടച്ചുപൂട്ടിച്ചു. അന്ന് വൈകിട്ട് 5:30 അക്ഷരാർത്ഥത്തിൽ കാർബൺ പൊടി മഴയായി പെയ്യുകയായിരുന്നു. കൂടാതെ സാധാരണ കമ്പനിയിൽ നിന്നും പുറത്തു വരുന്ന വിഷവാതകങ്ങളേക്കാൾ 10 മടങ്ങ് അളവിലാണ് അന്ന് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകിയത്. ഈ മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടിയ കരിമുകൾ നിവാസികൾ കാർബൺ കമ്പനി മാനേജ്മെൻറ്റിൻ്റെയും മലിനീകരണ ബോർഡിൻ്റെയും സർക്കാരുകളുടെയും മുമ്പിൽ ഇനിയും ജീവിതം പണയപ്പെടുത്തുവാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച നിമിഷങ്ങളായിരുന്നു അത്. 1978 മാർച്ചിൽ പത്രവാർത്തകളിൽ കൂടി കരിമുകളിൽ തുടങ്ങാൻ പോകുന്ന കമ്പനിയെക്കുറിച്ചറിഞ്ഞ ജനങ്ങൾ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. 1978 ഏപ്രിലിൽ കാർബൺ കമ്പനിക്ക് തറക്കല്ലിട്ടു. ഈ കമ്പനി മലിനീകരണം ഉണ്ടാക്കുകയില്ലെന്നും വിദേശ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചതാണെന്നുമുള്ള കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ ഉറപ്പിന്മേൽ ജനങ്ങൾ സമരത്തിൽ നിന്നും പിന്മാറി. 1983 ഡിസംബറിൽ കാർബൺ ബ്ലാക്ക് കമ്പനി പ്രവർത്തനം ആരംഭിക്കുകയും കരിമുകൾ ജനതയുടെ ദുരിതം ആരംഭിക്കുകയും ചെയ്തു. ശക്തമായി കേരളീയം സമരം ലാത്തിചാർജിലൂടെയും പോലീസ് മർദ്ദനത്തിലൂടെയും അടിച്ചമർത്തപ്പെട്ടു.
കരിമോളിൽ 10 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിക്കപ്പെട്ടു. കടകളും ഹോട്ടലുകളും അടച്ചിട്ട് 10 ദിവസത്തേക്ക് ഹർത്താൽ ആചരിച്ചു. സമരം ചെയ്ത സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ പോലീസ് കള്ളക്കേസുകൾ ചാർജ് ചെയ്തു. കമ്പനി അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള പൊതു താൽപ്പര്യ ഹർജിയുടെ ഭാഗമായി കേരള ഹൈക്കോടതി അന്യായക്കാരോട് മുൻസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് മാത്രമേ കമ്പനിക്കെതിരെ എയർ പൊല്യൂഷൻ ആക്ട് 1981 പ്രകാരം നിയമ നടപടികൾ കൈക്കൊള്ളുന്നതിന് അവകാശമുള്ളൂ. മലിനീകരണം സഹിക്കവയ്യാതെ ജനങ്ങൾ വീണ്ടും സമരം തുടങ്ങി. ജില്ലാ ഭരണാധികാരികൾ വേണ്ടപ്പെട്ടവരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം NERI കാർബൺ കമ്പനിയുടെ മലിനീകരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ചു. അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ കമ്പനിയിൽ യാതൊരുവിധ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ഭാവിയിലുള്ള കമ്പനിയുടെ പ്രവർത്തനത്തിന് ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ കമ്പനി ഇവയൊന്നും നടപ്പാക്കിയില്ല. തുടർന്ന് പരാതിയുമായി ചെന്ന സമിതി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ ആവർത്തിച്ച ഉറപ്പിന്മേൽ സമരം പിൻവലിച്ചു. അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കാർബൺ കമ്പനി വിൽപ്പന നികുതിയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ ഉത്തരവ് കമ്പനിക്ക് ലഭിക്കുകയാണുണ്ടായത്. പ്രിൻസിപ്പൽ മുൻസിഫ് കമ്പനി മലിനീകരണത്തെക്കുറിച്ച് പഠിക്കുവാൻ 3 അംഗ കമ്മീഷനെ നിയോഗിച്ചു. അവരുടെ ഐക്യേനയുള്ള റിപ്പോർട്ടിൽ കമ്പനിയിൽ നിന്നും ശക്തമായ മലിനീകരണമുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് കോടതി മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ എറണാകുളം റീജിയണൽ ഓഫീസിലെ എൻവയറമെൻ്റൽ എഞ്ചിനീയറോട് ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടു. 30/6/1986 ഈ റിപ്പോർട്ട് മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു. കമ്പനി അതിരൂക്ഷമായി മലിനീകരണം നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ ആരോപിക്കപ്പെട്ടു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കമ്പനിയോടുള്ള മൃദുവായ സമീപനം മൂലമാണ് കമ്പനി ഈ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നതെന്നും 1987 ഫെബ്രുവരി 28-നകം എല്ലാവിധ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും ഏർപ്പാടാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ കമ്പനിയെ പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കമ്പനി പക്ഷേ ഇവയൊന്നും നടപ്പാക്കാതെ വീണ്ടും പ്രവർത്തനം തുടർന്നു. എന്നാൽ പ്രിൻസിപ്പൽ മുൻസിഫ് കാർബൺ കമ്പനി മലിനീകരണം നടത്തുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളില്ല എന്ന കാരണം പറഞ്ഞ് കേസ് തള്ളുകയാണുണ്ടായത്. ജനങ്ങൾ വീണ്ടും അവരുടെ സമരം തുടങ്ങിയെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം അത് ക്ഷയിച്ചുപോയി. ഈ വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ കൊടുക്കുകയും ഇതിന് വിധി പറയുവാൻ 3 വർഷമെടുക്കുകയും ചെയ്തു. കീഴ്ക്കോടതിയുടെ വിധി മേൽക്കോടതി ശരിവയ്ക്കുകയാണുണ്ടായത്. പ്രൈമറി ബാഹ്യ ഫിൽറ്ററുകൾ ഒരു മലിനീകരണ സംവിധാനമാണെന്നുള്ള കമ്പനിയുടെ വാദം കോടതി ശരിവെച്ചു. ഈ ബാക്ക് ഫിൽറ്ററുകൾ ഉൽപ്പാദന പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമാണ് എന്നതാണ് സത്യം. കമ്പനി അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും മലിനീകരണം കൂടുതലാവുകയും ചെയ്തു. ജനകീയ സമരങ്ങൾ പലപ്പോഴായി പോലീസിൻ്റെ ഇടപെടലുകൾ മൂലം അടിച്ചമർത്തപ്പെട്ടു. 4 വർഷത്തെ കാലതാമസത്തിന് ശേഷം ജില്ലാ കോടതി കീഴ്ക്കോടതിയുടെ ഉത്തരവ് ശരിവെച്ചു. വെൻ ഗ്യാസ് യൂട്ടിലൈസേഷൻ എന്ന പ്രക്രിയയിലൂടെ മലിനീകരണം നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് കമ്പനി വാദിച്ചു. സത്യത്തിൽ ഇത് അവരുടെ വരുമാനം കൂട്ടുന്നതിന് വേണ്ടിയായിരുന്നു. പുറത്തേക്ക് വമിപ്പിക്കുന്ന വാതകങ്ങൾ കത്തിച്ചുണ്ടാക്കുന്ന ചൂടുകൊണ്ട് കാർബൺ തരികളെ ഉണക്കുവാൻ ഉപയോഗിക്കുന്നത് വഴി ഇന്ധന ചെലവ് കുറയ്ക്കുവാൻ കമ്പനിക്ക് സാധിച്ചു. കൂടാതെ ഇതുവഴി മറ്റൊരു രൂപത്തിലുള്ള വിഷവാതകങ്ങൾ കൂടി അന്തരീക്ഷത്തിൽ പടരുവാൻ ഇടയാക്കുകയും ചെയ്തു. ഹൈക്കോടതിയിൽ കൊടുത്ത അപ്പീൽ 8 വർഷമായിട്ടും തീർപ്പാകാതെ കിടക്കുകയാണ്. കമ്പനിക്കെതിരെയുള്ള പല റിട്ട് പെറ്റീഷനുകളും കഴിഞ്ഞ വർഷങ്ങളിൽ തീർപ്പാകാതെ കിടന്നു. ഈ അടുത്ത കാലത്താണ് കോടതി ഈ കേസ് എടുക്കുന്നത്. ട്രയൽ റൺ നടത്തുവാനായി കാർബൺ കമ്പനി കോടതിയെ സമീപിച്ചപ്പോഴാണ് ഈ കേസുകൾ കോടതി എടുക്കാൻ ഇടയായത് തന്നെ. ഫിലിപ്പ് കാർബൺ ബ്ലാക്ക് കമ്പനിയും അത് RPG ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. KSPCBയും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഭാരവാഹികളും വർഷങ്ങളായി കമ്പനി മലിനീകരണം നടത്തുന്നുവെന്ന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആ പഴയ അവിശുദ്ധമായ കൂട്ടുകെട്ടിലൂടെ കള്ളക്കളി നടത്തുവാനാണ് ശ്രമം. 2001 തുടക്കത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സമ്മതം കൂടാതെ യാതൊരുവിധ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുമില്ലാതെ കാർബൺ കമ്പനി ഒരു പുതിയ പ്ലാന്റ് പണിയുകയും അതിൻ്റെ ഉൽപ്പാദനം ആരംഭിക്കുകയും ചെയ്തു. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഈ കമ്പനിയുടെ ലൈസൻസ് പുതുക്കുകയോ മലിനീകരണ നിയന്ത്രണ ബോർഡിന് പോലും അജ്ഞാതമായി ലൈൻ 3 എന്ന പുതിയ പ്ലാന്റിന് ലൈസൻസ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുവാദമില്ലാതെയും
1981 എയർ പൊല്യൂഷൻ ആക്ടിനെ മൊത്തമായി അവഗണിച്ചുകൊണ്ടും പണിതതായി മൂന്നാം പ്ലാന്റിനെതിരെ മലിനീകരണ നിയന്ത്രണ ബോർഡ് യാതൊരുവിധ നടപടികളും കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, കമ്പനിയുടെ കൂടെ നിന്ന് അവരെ സഹായിക്കാനായി ഇത് കോടതിയിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്തു. 2002 ജൂൺ 30-നകം എല്ലാവിധ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും നടപ്പാക്കുമെന്ന് കമ്പനി കോടതിയെ ബോധിപ്പിച്ചു. കഴിഞ്ഞ 20 വർഷമായി പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ഇത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും നിയമപരമായതല്ലാതെ പണിത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മൂന്നാം പ്ലാന്റിന് നൂതന സാങ്കേതിക വിദ്യയാണെന്ന് പറഞ്ഞ് ട്രയൽ റൺ നടത്തുവാനുള്ള അനുമതി കാർബൺ കമ്പനി നേടിയെടുത്തു. കരിമുകൾ ജനത വീണ്ടും മലിനീകരണ ദുരന്തം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടു. ഇതുകൂടാതെ സെക്ഷൻ 433 പ്രകാരം നൂറുകണക്കിന് ആളുകൾ 2001 ജൂലൈ 26 സംഭവത്തോടനുബന്ധിച്ച് കേസിൽ കുടുങ്ങി. ട്രയൽ റൺ സമയത്ത് കമ്പനിയുടെ നിലവിലുള്ള കപ്പാസിറ്റിയുടെ വളരെ താഴ്ന്ന നിലയിൽ പ്രവർത്തിച്ചിട്ട് പോലും കമ്പനിയിൽ നിന്നും പുറത്തു വന്ന വിഷമാലിന്യങ്ങൾ അനുവദനീയമായ തോതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഈ കണക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഹസാർഡ്സ് കെമിക്കൽ ഇൻഡസ്ട്രി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ കമ്പനി റെഡ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. 2002 ജൂൺ 30 മുതൽ 2002 ഒക്ടോബർ 16 വരെ ആരുടെയും അനുമതി കൂടാതെയാണ് ഈ കമ്പനി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പരിസ്ഥിതി, ജല, വായു മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. 2003 ജനുവരി 1 സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് 3 വർഷത്തേക്ക് കൂടി ലൈൻ 3 പ്രവർത്തിപ്പിക്കാൻ ഉപാധികളോടെ അനുമതി കൊടുത്തു. ഇപ്പോൾ മലിനീകരണമില്ല എന്നാണ് ഇതിന് പറഞ്ഞ കാരണം. ഈ ഉപാധികളൊക്കെ തന്നെ 1.5 വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പാർലമെൻ്ററി എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ഭാഗമായി മലിനീകരണ നിയന്ത്രണ ബോർഡ് 2003 ജനുവരി 9-നും 10-നും കാർബൺ ബ്ലാക്ക് കമ്പനിയുടെ മലിനീകരണം കുറിച്ച് സമയത്തേക്ക് അളക്കുകയുണ്ടായി. ഇത് അനുവദനീയമായ അളവിനേക്കാൾ വളരെ കൂടുതലാണ് എന്ന സംസ്ഥാന ബോർഡിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിവരത്തെക്കുറിച്ച് അനുമതി പത്രത്തിനെതിരായിട്ട് അപ്പലേറ്റ് കോടതിയിൽ വാദം വന്നപ്പോൾ ബോർഡ് നിശബ്ദത പാലിച്ചു. യാതൊരുവിധ ഫലപ്രദമായ നിവാരണ സംവിധാനങ്ങളും സ്വന്തമായില്ലാതെ അത്യന്തം ഹാനികരമായ ചെറുകിട വ്യവസായശാല നടത്തുന്ന ഒരു സ്ഥാപനമാണ് കൊച്ചിയിലെ എൻവിറോ ഡിസൈൻസ്. കരിമുകൾ ഫിലിപ്പ് കാർബൺസ് കമ്പനിക്ക് വേണ്ടി മലിനീകരണ നിവാരണ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും സ്ഥാപിക്കുകയും ചെയ്ത് മേൽപ്പറഞ്ഞ സ്ഥാപനമാണ്. വളരെ വിചിത്രമായ സംഗതി, ഈ എൻവിറോ ഡിസൈൻസ് എന്ന സ്ഥാപനം തന്നെയാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് വേണ്ടി കമ്പനിയിലെ സ്റ്റോക്ക് മോണിറ്ററിംഗ്, ആംബിയൻറ്റ് എയർ സാമ്പിളിംഗ്, ഫ്ലൂവൻ്റ് അനാലിസിസ് മുതലായവ നടത്തുന്നത് എന്നതാണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് കമ്പനിക്ക് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകളുടെ തന്നെ അടിസ്ഥാനത്തിലാണ് കേരള ഹൈക്കോടതിയും അപ്പലേറ്റ് കോടതിയും വിധികൾ പറഞ്ഞിട്ടുള്ളത്. ഭൂഗർഭ വകുപ്പിൻ്റെ എറണാകുളം റീജിയണൽ ഓഫീസർ ഈ കമ്പനിയുടെ തൊട്ടടുത്ത പ്രദേശമായ പള്ളിമോളിലെ തോലശ്ശേരിത്താഴം ഭാഗത്തെ വെള്ളം കുടിക്കാൻ അനുയോജ്യമല്ല എന്ന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇത് കാർബൺ കമ്പനിയിലെ മലിനീകരണം മൂലം മാത്രമാണ്. 1989 ഹസാർഡ്സ് വേസ്റ്റ് റൂൾ ലംഘിച്ച് പ്രവർത്തിച്ചതിന് കമ്പനി പൂട്ടുവാൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടുവെങ്കിലും പിന്നീട് HW റൂൾസ് അനുസരിച്ചുള്ള നിബന്ധനകൾ പാലിക്കുവാൻ സമയം അനുവദിക്കുകയാണ് ഉണ്ടായത്. കാർബൺ കമ്പനിയിൽ 100ഓളം സ്ഥിരം തൊഴിലാളികൾ പണിയെടുക്കുന്നു. ഇതിൽ 14 പേർ മാത്രമേ സമീപവാസികളായുള്ളൂ. മറ്റുള്ളവർ വേറെ ജില്ലകളിലും സംസ്ഥാനത്തു നിന്നും ഉള്ളവരാണ്. ഇവർ കരിമുകളിൽ നിന്നും ദൂരെ മാറിയാണ് താമസിക്കുന്നത്. ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളെ RPG ഗ്രൂപ്പിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസ്റ്റാറ്റ പ്രകാരം തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യം കൊടുത്ത് പിരിച്ചുവിടാവുന്നതാണ്. ഈ കമ്പനി വളരെ ജനസാന്ദ്രത കൂടിയ പ്രദേശത്ത് യാതൊരു ബഫർ സോണും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ശരിയായ എൻവയറൺമെൻ്റൽ ഇമ്പാക്റ്റ് സ്റ്റഡി ഇതുവരെ നടന്നിട്ടില്ല. മലിനീകരണ നിവാരണ മാർഗങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കരിമുകളിൽ പ്രവർത്തിച്ചാൽ കമ്പനിക്ക് സാമ്പത്തികമായി നഷ്ടം സംഭവിക്കുമെന്നതിനാലാണ് കഴിഞ്ഞ വളരെയേറെ വർഷങ്ങളായി കമ്പനി മലിനീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കമ്പനി കരിമുകളിൽ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്ന് കരിമുകൾ ജനത ആവശ്യപ്പെടുന്നത്. കരിമുകളിലെ ദുരിതങ്ങൾ അനുഭവിച്ച്
ജീവിക്കുന്ന നിരവധി ആളുകളെ പ്രതി ഒരു പറ്റം യുവാക്കൾ ഈ സമരത്തിന് സജീവ സാന്നിധ്യമാണ്. യാതൊരുവിധ മലിനീകരണ നിവാരണ മാർഗങ്ങളുമില്ലാതെ പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്കെതിരെയുള്ള കരിമുകൾ ജനതയുടെ പ്രത്യക്ഷ സമരം 3 വർഷം നടത്തിയിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ധർണയും പ്രകടനവും നടത്തിയിരുന്നു. സമരത്തിൻ്റെ 50-ാം ദിവസം വമ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. 60-ാം ദിവസം കമ്പനിക്ക് ചുറ്റും മനുഷ്യമതിൽ സൃഷ്ടിച്ചു. 2001 ഒക്ടോബർ 2-ന് നിരാഹാര സമരം നടത്തി. 100 ദിവസം പൊതുസമ്മേളനവും പ്രകടനവും 100-ാം ദിവസം പൊതുസമ്മേളനവും പ്രകടനവും നടത്തി. 200-ാം ദിവസം മനുഷ്യസാഗരം സംഘടിപ്പിച്ചു. സമരം 1 വർഷം പൂർത്തിയാകുന്നതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വ്യവസായം, വികസനം, പരിസ്ഥിതി എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാറുകൾ നടത്തി. RLVയിലെ കലാവിദ്യാർത്ഥികൾ സമരചരിത്രം ക്യാൻവാസിൽ പകർത്തി. മൃഗങ്ങളും സസ്യങ്ങളും മനുഷ്യരും ഒത്തുചേർന്ന് ജീവൻ രക്ഷാ മഹാസംഗമം 2002 ജൂലൈ 26-ന് കരിമുകളിൽ നടന്നു. 500-ാം ദിവസമായ 2002 ഡിസംബർ 8-ന് പൊതുസമ്മേളനവും നിശാധർണയും കരിദിനവും ആചരിച്ചു. ജനകീയ സമരത്തിൻ്റെ 2-ാം വർഷം തികഞ്ഞ അന്ന് കരിമുകളിൽ അവകാശ സന്ദേശ സമരം സംഘടിപ്പിച്ചു. ജീവിക്കാനുള്ള അവകാശം കരിമുകൾ ജനതയ്ക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 10,000-ൽ കൂടുതൽ പോസ്റ്റ് കാർഡുകളിൽ സന്ദേശമെഴുതി ഇന്ത്യൻ പ്രസിഡന്റിനും ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനും അയക്കുകയുണ്ടായി. കൂടാതെ അന്നേ ദിവസം കരിമുകളിൽ വമ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. 1000-ാം ദിവസത്തിൻ്റെ പരിപാടിയുടെ ഭാഗമായി എറണാകുളത്ത് വെച്ച് ഒരു സെമിനാർ വികസനവും ജീവിക്കാനുള്ള അവകാശവും നടത്തപ്പെട്ടു. അന്നേ ദിവസം കരിമുകളിൽ വെച്ച് നടന്ന വമ്പിച്ച പ്രകടനവും പൊതുസമ്മേളനവും ലോകപ്രശസ്ത ഡോക്യുമെൻ്ററി സിനിമാ സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ ഉദ്ഘാടനം ചെയ്തു. സമരത്തിൻ്റെ 3-ാം വാർഷികമായ 2004 ജൂലൈ 26-ന് കരിമുകളിൽ കരിദിനം ആചരിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ധർണയും പ്രകടനവും തുടർന്ന് പൊതുസമ്മേളനവും നടന്നു. പലപ്പോഴായി ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക നായകരും കരിമുകളിൽ ഈ സമരങ്ങൾക്കിടയിൽ എത്തുകയുണ്ടായി. മേധ പട്കർ, സഞ്ജയ് മംഗോള ഗോപാൽ, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് PK ഷംസുദ്ദീൻ, ജസ്റ്റിസ് KK നരേന്ദ്രൻ, ഡോക്ടർ സുകുമാർ അഴീക്കോട്, പ്രൊഫസർ MK സാനു, സുഗതകുമാരി, ഡോക്ടർ MC ജോർജ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീമതി ലീല മേനോൻ, അഡ്വക്കേറ്റ് രാംകുമാർ, ഡോക്ടർ MP സുകുമാരൻ നായർ, ഡോക്ടർ CM ജോയ്, MM ഗ്രേസി എന്നിവർ മലിനീകരണ വിരുദ്ധ സമിതിയുടെ പരിപാടികളിൽ പല പ്രാവശ്യങ്ങളിലായി പങ്കെടുത്തിട്ടുണ്ട്. ഫിലിപ്സ് കാർബൺ കമ്പനിക്കെതിരെയുള്ള നിയമ നടപടികൾ കേരള ഹൈക്കോടതിയിലും അപ്പലേറ്റ് കോടതിയിലും നടത്തിയിരുന്നു. കമ്പനിക്കെതിരെയുള്ള മലിനീകരണ വിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തി. സമരഭടന്മാർക്കെതിരെയുള്ള 10ഓളം വ്യാജ കേസുകൾ ഈ നാട്ടിലെ ജനങ്ങൾ സുധീരം കോടതിയിൽ നേരിടുകയും ചെയ്തു.